Hello, good morning. Welcome to Learning Now. നമ്മൾ ഈ ഒരു വീഡിയോയിൽ +1 ഫിസിക്സ് യൂണിറ്റ് 8 തെർമോഡൈനാമിക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ടെമ്പറേച്ചർ എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ തെർമോഡൈനാമിക്സ്, അതിൽ 3 ലോസ്, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹീറ്റ് എഞ്ചിൻ, റെഫ്രിജറേറ്റർ, ഈ ടോപ്പിക്കുകളെല്ലാം തന്നെ നമ്മൾ ഒരൊറ്റ വീഡിയോയിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെമ്പറേച്ചർ എന്താണെന്നാണ്. ഓക്കെ, ഇപ്പോൾ ഒരു ഹോട്ട് ബോഡി നമ്മളൊരു കോൾഡ് ബോഡിയുടെ അടുത്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, കുറച്ച് നേരങ്ങൾക്ക് ശേഷം നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ആ ഒരു ഹോട്ട് ബോഡി എന്ന് പറയുന്നത് അതിന്റെ ചൂട് കുറയുകയും ആ കോൾഡ് ബോഡി എന്ന് പറയുന്നത് കുറച്ച് കോൾഡ് കുറയും, അതായത് കുറച്ച് ചൂടാവാനായിട്ട് ചൂട് കൂടുമ്പോൾ എന്താവും, അവിടുത്തെ തണുപ്പ് കുറച്ച് കുറയും. കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹോട്ട് ബോഡിയിൽ നിന്നും ഈ പറയുന്ന ഹീറ്റ്, ചൂട് എന്ന് പറയുന്നത് ഈ കോൾഡ് ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ആവുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒഴുകുകയാണ്, ഫ്ലോ ആവുകയാണ്. അപ്പൊ നമുക്ക് ആ ഒരു ബോഡി എന്താണ് പറയുന്നത്, ഏതിൽ നിന്നാണോ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ആ ഒരു ഹീറ്റ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അവിടെയാണ് നമുക്ക് ഹയർ ടെമ്പറേച്ചർ എന്ന് പറയാം. അതേപോലെ തന്നെ എവിടെയാണോ റിസീവ് ചെയ്തിരിക്കുന്നത് അവിടെയാണ് ലോവർ ടെമ്പറേച്ചർ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താ നമുക്ക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, നമുക്ക് ആ ഒരു ഡയറക്ഷൻ ഓഫ് ഫ്ലോ, ആ ഒരു ഹീറ്റിന്റെ ഡയറക്ഷൻ, നമുക്ക് ഫ്ലോ ഡയറക്ഷൻ എന്താണെന്നുള്ളത് കാണിക്കാൻ പറ്റും അല്ലെ. അപ്പൊ നമുക്ക് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റി വിച്ച് ടെൽസ് ദ തെർമൽ സ്റ്റേറ്റ് ഓഫ് എ ബോഡി അല്ലെ. ആ ഒരു തെർമൽ, ഒരു ബോഡിയുടെ തെർമൽ സ്റ്റേറ്റ് നമുക്ക് തരുന്ന ആ ഒരു ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ തെർമൽ സ്റ്റേറ്റ് ഓഫ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ഹോട്ട്നെസ് ആകാം, അതല്ലെങ്കിൽ ആ ഒരു കോൾഡ്നെസ്, രണ്ടും ആകാം അല്ലെ. രണ്ടും തെർമൽ സ്റ്റേറ്റ് ആണ് പറയുന്നത്. It determines the direction of flow of heat when two bodies at different temperature are placed in contact. രണ്ട് ഡിഫറെന്റ് ടെമ്പറേച്ചറിലുള്ള രണ്ട് ബോഡികൾ നമ്മൾ അടുത്ത് വെക്കുമ്പോൾ അതിലുണ്ടാകുന്ന ഡയറക്ഷൻ ഓഫ് ഫ്ലോ, ആ ഒരു ഹീറ്റിന്റെ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഡിറ്റർമൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റി യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് അറിയുന്നതാണ് ടെമ്പറേച്ചർ എന്താണെന്ന് പറഞ്ഞാൽ ഞാനൊരു ഡെഫിനിഷൻ വൈസ് ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇപ്പോൾ if there is no transfer of heat between two bodies placed in contact, അപ്പോൾ നമുക്കിപ്പോൾ പറയാനും, നമ്മൾ പറഞ്ഞു രണ്ട് ബോഡികൾ ഡിഫറെന്റ് ടെമ്പറേച്ചറിലുള്ള രണ്ട് ബോഡികൾ വെച്ചപ്പോൾ അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടന്നു എന്ന് പറഞ്ഞു. ഇഫ് സപ്പോസ് രണ്ട് ബോഡികൾ നമ്മൾ അടുത്തടുത്ത് വെച്ച് അവിടെ പ്രത്യേകിച്ച് ഹീറ്റ് ട്രാൻസ്ഫർ ഒന്നും നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് പറയാം ആ രണ്ട് ബോഡിയും സെയിം ടെമ്പറേച്ചർ ആണെന്ന് പറയാം, പക്ഷെ ഈക്വൽ എമൗണ്ട് ഓഫ് ഹീറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അവയ്ക്ക് ഈക്വൽ എമൗണ്ട് ഓഫ് ഹീറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് എന്ത് പറയാം, ദേ ആർ ഇൻ സെയിം ടെമ്പറേച്ചർ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, സെയിം ടെമ്പറേച്ചർ ആണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, ഈക്വൽ എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ് അതിലുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഇൻ ഫാക്ട് ദ ടെമ്പറേച്ചർ alone does not tell us the quantity of heat energy contained in the body. അപ്പോൾ നമുക്ക് പറയാം ടെമ്പറേച്ചറിന് മാത്രമായിട്ട്, ആ ടെമ്പറേച്ചർ ഒരു ക്വാണ്ടിറ്റി മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് അതിലുണ്ടാകുന്ന ഹീറ്റ് എത്രത്തോളം ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, we find that by giving the same quantity of heat energy to different bodies, they get heated to different temperature അല്ലേ. ഇപ്പൊ നമ്മൾ സെയിം ഹീറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്, സെയിം ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ആ ബോഡികളുടെ അനുസരിച്ചിട്ടായിരിക്കും അല്ലെ, ആ ഒരു ബോഡിയുടെ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് അവിടെ ടെമ്പറേച്ചർ ചേഞ്ച് ആവുന്നത്. amount of heat energy contained in a body depends on mass. അപ്പൊ നമുക്ക് ആ ഒരു ബോഡിയുടെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ആ ഒരു മെറ്റീരിയൽ ഓഫ് ദ ബോഡി, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നമുക്ക് നടക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊരു ഹീറ്റ് മാത്രം അല്ലെങ്കിൽ ഒരു ടെമ്പറേച്ചർ എന്ന ക്വാണ്ടിറ്റി യൂസ് ചെയ്ത് മാത്രം നമുക്ക് ആ ഒരു ബോഡിയുടെ ടോട്ടൽ ഹീറ്റ് എത്രയാന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഇനി ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് എന്താന്ന് നോക്കാം. SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കെൽവിൻ ആണ്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറയുന്നത് K ആണ്. മോസ്റ്റ് ആയിട്ട് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്താണ്, ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ. ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, then some of the properties അല്ലെങ്കിൽ some of the important characteristics എന്തൊക്കെയാണെന്ന് നോക്കാം. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളിൽ ഒന്നാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു സ്കെയിലാർ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. നമുക്ക് ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു തെർമൽ സ്റ്റേറ്റ് ഓഫ് ദ ബോഡി അല്ലെ, അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു എഫക്റ്റ് ഓഫ് കോസ് ഹീറ്റിന്റെ ഒരു എഫക്റ്റ് ആണെന്ന് നമുക്ക് പറയാം അല്ലെ. ഹീറ്റ് കാരണം ഉണ്ടാകുന്ന ഒരു കാരണമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പൊ രണ്ട് ബോഡീസുകൾ തെർമൽ ഇക്വിലിബ്രിയം ആണെങ്കിൽ അവയുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. സെയിം ടെമ്പറേച്ചർ ആണെങ്കിൽ നമുക്ക് അതിനെ തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം രണ്ട് ബോഡികളെ. ഓക്കെ, പ്രൊഡക്ഷൻ ആൻഡ് മെഷർമെന്റ് ഓഫ് വെരി ലോ ടെമ്പറേച്ചറിന് നമ്മൾ പറയുന്നതാണ് ക്രയോജെനിക്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ വളരെ ലോ ടെമ്പറേച്ചറിന്റെ പ്രൊഡക്ഷനും മെഷർമെന്റിനെയും പറയുന്ന പേരാണ് ക്രയോജെനിസ്. എന്നാൽ വളരെ ഹൈ ടെമ്പറേച്ചറിന്റെ പ്രൊഡക്ഷൻ അതുപോലെ തന്നെ അതിന്റെ മെഷർമെന്റിനെ പറയുന്നതാണ് പൈറോമെട്രി എന്ന് പറയുന്നത്. സൈറോജെനിക്സും പൈറോമെട്രിയും, ആ വേർഡ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി what are the
difference between heat and temperature? Heat എന്ന് പറഞ്ഞൊരു ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. Then what are the main difference between the heat and temperature എന്ന് നോക്കാം. Okay. Heat is the energy stored inside an object. ഒരു ഒബ്ജക്റ്റിന്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജിനെയാണ് നമുക്ക് ഹീറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? Coldness or hotness of an object is measured by temperature. ചൂടോ അതല്ലെങ്കിൽ തണുപ്പ് ഇത് രണ്ടും മെഷർ ചെയ്യുന്നതാണ് ടെമ്പറേച്ചർ യൂസ് ചെയ്തിട്ടാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഹീറ്റിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ആണ്. ഇവിടെ നമുക്ക് കെൽവിൻ ആണ് ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. The amount of heat energy contained in an object depends on its mass, temperature and material, which is the specific heat capacity. അപ്പോൾ ഒരു ഹീറ്റ് എത്രയൊക്കെ അതിലുണ്ടെന്നുള്ളത് അറിയുന്നെങ്കിൽ അത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? മാസ്, ടെമ്പറേച്ചർ, മെറ്റീരിയൽ ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഹീറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അവയുടെ ആവറേജ് കൈനറ്റിക് എനർജി അല്ലെ, ആ ഒരു മോളിക്യൂൾസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസിന്റെ ആവറേജ് കൈനറ്റിക് എനർജിനെയാണ് ഈ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. The heat can be measured using principle of calorimetry or principle of method of mixers. ഈ രണ്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഹീറ്റ് മെഷർ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ തെർമോമീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിവൈസ് അല്ലെങ്കിൽ ആ ഒരു ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്തിട്ടാണ് ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഫീവർ ഒക്കെ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് അറിയുന്നതാണ് ഒരു മെർക്കുറി തെർമോമീറ്റർ യൂസ് ചെയ്തിട്ട്. അപ്പൊ അങ്ങനെയുള്ള തെർമോമീറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്, ബോഡി ടെമ്പറേച്ചർ. ഓക്കെ, two bodies that have a similar amount of heat energy can differ in their temperature. രണ്ട് ബോഡികൾക്ക് സിമിലർ amount of heat ആണെങ്കിൽ അവയുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കാം. എന്നാൽ ഇവിടെ അതുപോലെ തന്നെ സെയിം ടെമ്പറേച്ചർ ആണെങ്കിൽ ഡിഫറെന്റ് amount of heat energy ആയിരിക്കും നമുക്ക് അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, when two bodies are in contact, the total amount of heat energy is the sum of the heat energy of the each object. ഇപ്പൊ രണ്ട് ബോഡികൾ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ സം ഓഫ് ഹീറ്റ് എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? രണ്ട് ബോഡികളുടെയും കൂടി ആഡ് ചെയ്യണം. ഓക്കെ, എന്നാൽ രണ്ട് ഒബ്ജക്റ്റുകൾ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണെങ്കിൽ അവയുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കെപ്റ്റ് ഇൻ കോണ്ടാക്ട് ആണെങ്കിൽ റിസൾട്ടന്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് രണ്ട് വിവിധ ടെമ്പറേച്ചർ ബിറ്റ്വീൻ ദ ടു ടെമ്പറേച്ചർ, രണ്ട് ബോഡികൾ തമ്മിലുണ്ടാകുന്ന ടെമ്പറേച്ചറായിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, ഹീറ്റ് എന്ന് പറയുന്നത് ഒരു എബിലിറ്റി ടു ഡു വർക്കാണ്. ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എബിലിറ്റി ടു ഡു വർക്കാണ്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമുക്ക് മെഷർ ദ ഡിഗ്രി ഓഫ് ഹീറ്റ്, ആ ഒരു ഹീറ്റിന്റെ ഡിഗ്രി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടെമ്പറേച്ചർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, heat is the measure of how many molecules are in object multiplied by how much energy each molecule possesses. അല്ലെ, ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഒബ്ജക്റ്റിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടോ ആ ഓരോ മോളിക്യൂൾസും എത്രത്തോളം എനർജി പൊസസ് ചെയ്തിട്ടുണ്ടോ അതിന്റെ ഒരു മെഷർ ആണ് ഹീറ്റ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് റിലേറ്റഡ് ഹൗ ഫാസ്റ്റ് ദ മോളിക്യൂൾസ് മൂവ് വിത്തിൻ ദ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിന്റെ ഉള്ളിൽ എത്ര ഫാസ്റ്റ് ആയിട്ട് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നുണ്ടോ അതിനെയാണ് നമുക്ക് ടെമ്പറേച്ചർ എന്ന് പറയാൻ പറ്റുക, അല്ലെങ്കിൽ ടെമ്പറേച്ചർ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. The heat flows from hotter bodies to colder body. അല്ലെ, നമുക്കറിയാം ഒരു ഹീറ്റ് എന്ന് പറയുന്നത് കൂടുതൽ ചൂടുള്ളിടത്ത് നിന്ന് കുറഞ്ഞ ചൂടുള്ളിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്. എന്നാൽ ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കും? ഹീറ്റഡ്, അതായത് ടെമ്പറേച്ചർ നമുക്ക് ഹീറ്റ് കൂടുന്നതിനനുസരിച്ച് ഹീറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ കൂടും. എന്നാൽ കൂൾ ചെയ്തിട്ടുണ്ടെങ്കിലോ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഡിക്രീസ് ആകും. ഓക്കെ, ഇതാണ് മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ. അടുത്ത നമ്മൾ നോക്കുന്നത് തെർമോമീറ്റർ ആണ്. എന്താണ് തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ? It is a device used to measure the temperature or temperature gradient. ഓക്കെ, അപ്പോൾ ഒരു ടെമ്പറേച്ചറിനെ അല്ലെങ്കിൽ ഒരു ടെമ്പറേച്ചർ ഗ്രേഡിയന്റോ നമ്മൾ മെഷർ ചെയ്യുന്ന ആ ഒരു ഡിവൈസ് ആണ് തെർമോമീറ്റർ എന്ന് പറയുന്നത്. ഇതിന് മെയിൻ ആയിട്ട് രണ്ട് ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചർ സെൻസർ ആണ്. ഓക്കെ, ആ ടെമ്പറേച്ചർ സെൻസർ എന്ന് പറഞ്ഞാൽ എന്ത്? നമുക്ക് ടെമ്പറേച്ചറിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ സെൻസ് ചെയ്യുന്ന ആ ഒരു സെൻസർ ആണ് ടെമ്പറേച്ചർ സെൻസർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സെൻസ് ചെയ്തിരിക്കുന്ന ടെമ്പറേച്ചറിനെ ഒരു ന്യൂമറിക്കൽ വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. അതായത് നമുക്കിപ്പോൾ ഒരു ടെമ്പറേച്ചർ, ഇപ്പോൾ ഒരു തെർമോമീറ്റർ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവും, കുട്ടികൾക്ക് ഫീവർ ആകുമ്പോൾ നമ്മൾ തെർമോമീറ്റർ യൂസ് ചെയ്ത് നമ്മൾ മെഷർ ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അവിടെ നമുക്ക് എന്താണ്? ആ ഒരു ടെമ്പറേച്ചറിനെ സെൻസ് ചെയ്യുന്നതിനുള്ള ഒരു സെൻസർ ഉണ്ട്. ദെൻ ആ സെൻസ് ചെയ്ത ടെമ്പറേച്ചറിനെ കൺവേർട്ട് ചെയ്തിട്ട് ഡിജിറ്റൽ വാല്യൂസ് ആയിട്ട് നമുക്ക് ആ ഒരു ചെറിയൊരു സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും. സോ ഈ രണ്ട് കോമ്പണന്റ് അല്ലെങ്കിൽ രണ്ട് എലമെന്റ് ആണ് മെയിൻ ആയിട്ട് ഒരു തെർമോമീറ്ററിൽ ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി തെർമോഡൈനാമിക്സ്. എന്താണ് തെർമോഡൈനാമിക്സ് എന്ന് നോക്കാം. ഓക്കെ, ഇത് ഫിസിക്സിന്റെ ഒരു ബ്രാഞ്ച് ആണ്. ഓക്കെ, അത് ഡീൽ ചെയ്യുന്നത് എന്തിനെ കുറിച്ചൊക്കെയാണ്? ഹീറ്റ്, വർക്ക് ആൻഡ് ടെമ്പറേച്ചർ. ഓക്കെ, അതേപോലെ തന്നെ അതിന്റെ എനർജി റിലേഷൻ, റേഡിയേഷൻ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, ഇതിനെല്ലാം കുറിച്ച് ഡീൽ ചെയ്യുന്ന ഫിസിക്സിന്റെ ഒരു ബ്രാഞ്ച് ആണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ്? ഹൗ ദ തെർമൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു
or from other forms of energy and how matter is affected by this process. അപ്പോൾ തെർമൽ എനർജി എങ്ങനെ കൺവേർട്ട് ആയിട്ടുണ്ടോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോമിൽ നിന്ന് തെർമൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടോ, ഇത്രത്തോളം ഹൗ മാറ്റർ എങ്ങനെയാണ് ഈ പ്രോസസ് വഴി എഫക്ട് ചെയ്തിരിക്കുന്നത്, ഇതിനെ കുറിച്ചൊക്കെയാണ് നമുക്ക് ഈ ഒരു തെർമോഡൈനാമിക്സ് ഒരു എക്സ്പ്ലനേഷൻ തരുന്നത്. ഓക്കെ, അപ്പൊ തെർമൽ എനർജി എന്ന് പറഞ്ഞാൽ ഹീറ്റിൽ നിന്നും വരുന്നതാണ് തെർമൽ എനർജി എന്ന് പറയുന്നത്. ദിസ് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് ആ ഒരു ഒബ്ജക്റ്റിൽ ഉണ്ടാകുന്ന ടൈനി പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ്സ് കാരണമാണ്. ഓക്കെ, അത് ഫാസ്റ്റർ ആയിട്ട് കൂടുതലായിട്ട് നമുക്ക് മൂവ്മെന്റ്സ് കൂടുകയാണെങ്കിൽ നമുക്ക് അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് എന്തായിരിക്കും, കൂടുതലായിട്ട് ജനറേറ്റ് ചെയ്യും. ഓക്കെ, ചെറിയ രീതിയിലാണ് മൂവ്മെന്റ്സ് വരുന്നതെങ്കിൽ ഹീറ്റ് കുറവായിരിക്കും. ഓക്കെ, അപ്പൊ ഒരു തെർമോഡൈനാമിക് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ് അല്ലെങ്കിൽ ഒരു സൈക്ലിക് പ്രോസസ് ആണെന്ന് പറയാം, അതല്ലെങ്കിൽ ഒരുപാട് പ്രോസസ്സുകളുടെ ഒരു കോമ്പിനേഷൻ ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ അവിടെ നമുക്കൊരു ഇനിഷ്യൽ ഉണ്ടാകും, ഒരു ഫൈനൽ സ്റ്റേറ്റ്, ഇതെല്ലാം ഉണ്ടാകും, ഇതൊക്കെ സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ തെർമോഡൈനാമിക് സൈക്കിളിന് നമുക്ക് അറിയുന്ന വേറൊരു പേരാണ് സൈക്ലിക് ഓപ്പറേഷൻ, അതല്ലെങ്കിൽ ഒരു സൈക്ലിക് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ തെർമോഡൈനാമിക് സൈക്ലിക് ആ ഒരു പ്രോസസ് ആണെന്ന് പറഞ്ഞു, അതിനറിയപ്പെടുന്നതാണ് സൈക്ലിക് ഓപ്പറേഷൻ അതല്ലെങ്കിൽ സൈക്ലിക് പ്രോസസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് തെർമോഡൈനാമിക് പ്രോസസ് എന്ന് നോക്കാം. A system undergoes a thermodynamic process when there is some energetic change within the system that is associated with changes in pressure, volume and internal energy. അപ്പോൾ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഒരു തെർമോഡൈനാമിക് പ്രോസസ്സിലേക്ക് മൂവ് ചെയ്തിരിക്കുകയാണെങ്കിൽ അവിടെ എനർജറ്റിക് ചേഞ്ചസ് ഉണ്ടാകും. ആ ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിൽ തന്നെ ചില എനർജികളിൽ നമുക്ക് ചേഞ്ചസ് വരുന്നുണ്ടാവും. അത് എന്തൊക്കെ വരാം, പ്രഷർ ആകാം, വോളിയം ആകാം, ഇന്റേണൽ എനർജി ആകാം. ഇതിലൊക്കെ ചേഞ്ചസ് വരികയാണെങ്കിൽ നമുക്ക് അതിനെ പറയുന്നതാണ് തെർമോഡൈനാമിക് പ്രോസസ്സിലാണ് ആ സിസ്റ്റം എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് എത്ര പ്രോസസ് ഉള്ളത്, തെർമോഡൈനാമിക് പ്രോസസ്, there are 4 തെർമോഡൈനാമിക് പ്രോസസ് ആണ്. ഏതൊക്കെയാണ്? അഡിയാബാറ്റിക് പ്രോസസ്, ഐസോകോറിക് പ്രോസസ്, ഐസോബാറിക് പ്രോസസ് ആൻഡ് ദി ഐസോതെർമൽ പ്രോസസ്. അഡിയാബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ a process where no heat transfer into or out of the system occurs. അപ്പോൾ ഒരു പ്രോസസ്സില് ഹീറ്റ് ഒന്നും തന്നെ ട്രാൻസ്ഫർ ആകുന്നില്ല, ഉള്ളിലേക്കോ അതല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ പുറത്തേക്കോ ഹീറ്റ് ട്രാൻസ്ഫർ ഒന്നും നടന്നില്ലെങ്കിൽ നമുക്ക് അതിനെ അഡിയാബാറ്റിക് പ്രോസസ് എന്ന് പറയാം. ഐസോകോറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ no change in volume occurs and system does no work. വോളിയത്തിലൊന്നും പ്രത്യേകം ചേഞ്ചസും വരുന്നില്ല, വർക്ക് സിസ്റ്റം ഡസന്റ് നോ വർക്കും ആണെങ്കിൽ നമുക്കത് ഐസോകോറിക് പ്രോസസ് എന്ന് പറയാം. ഐസോബാറിക് പ്രോസസ് ആണെങ്കിൽ പ്രഷറിൽ ചേഞ്ചസ് ഒന്നും വരില്ല. ഓക്കെ, ഒരു പ്രോസസ് അതിൽ നമുക്ക് ചേഞ്ചസ് പ്രഷറിലൊന്നും ചേഞ്ച് വന്നില്ലെങ്കിൽ ദാറ്റ് ഈസ് ഐസോബാറിക് ആണ്. ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിൽ ചേഞ്ചസ് ഒന്നും വന്നില്ലെങ്കിൽ നമുക്ക് അതിനെ ഐസോതെർമൽ പ്രോസസ് എന്ന് പറയാം. ഓക്കെ, ഇത് നമുക്ക് ചെറിയൊരു ഡിഫറൻസ് ഒരു എന്താണെന്ന് നോക്കുകയാണ്. ഐസോബാറിക് എന്ന് പറഞ്ഞാൽ ഇറ്റ് അലോസ് ടു സെറ്റ് അപ്പ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ചേഞ്ചസ് ഇൻ വോളിയം ആൻഡ് ടെമ്പറേച്ചർ അണ്ടർ കോൺസ്റ്റന്റ് പ്രഷർ. ഒരു കോൺസ്റ്റന്റ് പ്രഷറിലാണെങ്കിൽ ചേഞ്ചസ് ഇൻ വോളിയം ആൻഡ് ടെമ്പറേച്ചറിലാണ് നടക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഐസോബാറിക് ആണ്. ഓക്കെ, അപ്പൊ V1/T1 ഈക്വൽ ടു V2/T2 ആണ്. ദാറ്റ് ഈസ് V എന്ന് പറയുന്നത് വോളിയം വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. ഓക്കെ, ഐസോകോറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് പ്രോസസ് ഇൻ വിച്ച് ദ വോളിയം ഓഫ് ദ ഗ്യാസ് റിമൈൻസ് കോൺസ്റ്റന്റ്. ഐസോകോറിക്കിൽ നമുക്ക് വോളിയം എന്ന് പറയുന്നത് റിമൈൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും, അതാണ് ഐസോകോറിക്. ഓക്കെ, എക്സാമ്പിൾ നോക്കൂ, ഒരു ഗ്യാസ് നമ്മളൊരു ക്ലോസ്ഡ് കണ്ടെയ്നർ നമ്മൾ ഫില്ല് ചെയ്യുകയാണെങ്കിൽ വോളിയം ഓഫ് ദ ഗ്യാസ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. അടുത്തത് അതിൽ വരുന്ന ഇക്വേഷൻ ആണ് P1/T1 ഈക്വൽ ടു P2/T2 ആയിട്ട് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അഡിയാബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഒരു തെർമോഡൈനാമിക് പ്രോസസ് ആണ് ഒരു സിസ്റ്റത്തിൽ. ഓക്കെ, അവിടെ നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ഒക്യൂർ ആകുന്നില്ല, അതായത് ആ ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിലോ അല്ലെങ്കിൽ അതിന്റെ സറൗണ്ടിങ്സിലോ പ്രത്യേകിച്ച് ഹീറ്റ് ട്രാൻസ്ഫർ ഒന്നും നടന്നില്ലെങ്കിൽ നമുക്ക് അതിന് എന്തെന്ന് പറയാം? ഇറ്റ് ഈസ് അഡിയാബാറ്റിക് പ്രോസസ് എന്ന് പറയാം. ഓക്കെ, PV gamma is equal to constant. Gamma എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദി സ്പെസിഫിക് ഹീറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഐസോതെർമൽ പ്രോസസ് ആണ്. It allows to set up the relation between the changes in pressure and volume. ആ വോളിയത്തിലും പ്രഷറിലും വരുന്ന ചേഞ്ചസിനെ റിലേറ്റ് ചെയ്തിട്ട് പഠിക്കുന്നതാണ് ഐസോതെർമൽ എന്ന് പറയുന്നത് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലായിട്ട്. ഓക്കെ, സോ P1 V1 is equal to P2 V2, that is PV is equal to constant ആയിരിക്കും. ഓക്കെ, that is constant എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ആയിരിക്കും. ഓക്കെ, ഇതാണ് 4 പ്രോസസ് വരുന്നത് തെർമോഡൈനാമിക് പ്രോസസ്സിൽ. ദെൻ അടുത്തത് നമ്മൾ നോക്കുന്നത് തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് എന്ന്. ഇപ്പൊ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അതിന്റെ ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് നമുക്ക് തരുന്നത് അല്ലെ. അതേപോലെ തന്നെ സ്പെസിഫൈങ് സിസ്റ്റം സ്റ്റേറ്റ് ഇതൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് നമുക്ക് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ് ഉള്ളത്. അപ്പൊ ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ ക്വാണ്ടിറ്റി ഓഫ് ദ മാറ്റർ. ആ ഒരു മാറ്ററിന്റെ ക്വാണ്ടിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അതിനെ ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയാം. ഓക്കെ, പ്രഷറും ടെമ്പറേച്ചറും ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് ആണ്.
എന്നാൽ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ദേ വാല്യൂസ് ഡിപ്പെൻഡ്സ് ഓൺ ദ മാസ് ഓഫ് ദ സിസ്റ്റം. ആ ഒരു സിസ്റ്റത്തിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുവെങ്കിൽ അതിനെ നമുക്ക് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയാം. വാട്ട് ആർ ദേ? വോളിയം, എനർജി, എൻതാൽപ്പി, ദീസ് ആർ ദ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, സോ നമുക്ക് മെയിൻ ആയിട്ട് രണ്ട് പ്രോപ്പർട്ടീസ് ആണ്, എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി, ഇന്റൻസീവ് പ്രോപ്പർട്ടി ആണ്. ഓക്കെ, അടുത്തത് എന്താണ് എൻതാൽപ്പി എന്ന് നോക്കാം. എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ it is the measurement of energy in a thermodynamic system. ഒരു thermodynamic സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന എനർജി മെഷർമെന്റിനെയാണ് നമ്മൾ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു എൻതാൽപ്പിയുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ടോട്ടൽ ഹീറ്റ് കണ്ടന്റ് ഓഫ് ദ സിസ്റ്റം, ആ ഒരു സിസ്റ്റത്തിന് ഉണ്ടാകുന്ന ടോട്ടൽ ഹീറ്റ് കണ്ടന്റ് എത്രയാണോ അതിന് ഈക്വൽ ആയിരിക്കും എൻതാൽപ്പി എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഈക്വൽ ടു ദ സിസ്റ്റംസ് ഇന്റേണൽ എനർജി പ്ലസ് പ്രോഡക്റ്റ് ഓഫ് ദ വോളിയം ആൻഡ് പ്രഷർ. എന്തിനൊക്കെ ഈക്വൽ ആണെന്ന് പറയാം? ഹീറ്റ് കണ്ടന്റ് ഓഫ് ദ സിസ്റ്റത്തിന് ഈക്വൽ ആണ്, അതിന്റെ സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജിക്ക് ഈക്വലന്റ് ആയിരിക്കും, അതേപോലെ തന്നെ വോളിയം ആൻഡ് പ്രഷർ ഇതിന്റെ എല്ലാം പ്രോഡക്റ്റിനും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ എൻതാൽപ്പിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് H ആണ്, which is equal to the sum of the internal energy E, അല്ലെ, and product of pressure and volume. അതായത് H is equal to E plus PV ആണ്. H എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി ആണ്, E is the total energy and P is the pressure and V is the volume. ഇതാണ് എൻതാൽപ്പി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ടേം ആണ് എൻട്രോപ്പി. എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ഒരു തെർമോഡൈനാമിക് ക്വാണ്ടിറ്റി ആണ്. ഇതിന്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിന്റെ കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എൻട്രോപ്പി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ തെർമോഡൈനാമിക് ഫംഗ്ഷൻ ആണ്. അതിന്റെ ആ ഒരു റാൻഡംനെസ് അതല്ലെങ്കിൽ അതിന്റെ ഒരു ഡിസോർഡർ മെഷർ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റിയാണ് എൻട്രോപ്പി എന്ന് പറയുന്നത്. ഓക്കെ, next we are going to discuss about important topic. അതായത് തെർമോഡൈനാമിക്സിൽ നമുക്ക് കുറച്ച് ലോസ് ഉണ്ട്. ഓക്കെ, ആ ലോകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് എന്താ പറയുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ if two bodies are individually in equilibrium with a separate third body, then the first two bodies are also in thermal equilibrium with each other. ഓക്കെ, ഇപ്പൊ രണ്ട് ബോഡികൾ ഇൻഡിവിജ്വലി ഇക്വിലിബ്രിയം ആണ്, ആരുമായിട്ട്? ഒരു തേർഡ് ബോഡി ആയിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഫസ്റ്റ് രണ്ട് ബോഡിയും തെർമലി ഇക്വലിബ്രിയത്തിലാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ നോക്കൂ. ഒരു സിസ്റ്റം എ എന്ന് പറഞ്ഞൊരു ബോഡി ഞാൻ വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ഉണ്ട്, ഇവിടെ ഒരു തെർമോമീറ്ററും ഉണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ ഈ ഒരു തെർമോമീറ്റർ ഈ ഇതിൽ ബോഡിയിൽ വെക്കുമ്പോൾ നമുക്കതൊരു ഹീറ്റ് ഒരു വേണമെങ്കിൽ ഒരു 90 ഡിഗ്രി സെൽഷ്യസിൽ നമുക്കൊരു ഹീറ്റ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു തെർമൽ നമുക്ക് പറയാം ബോഡി എയും ഈ ഒരു തെർമോമീറ്ററും ഇക്വിലിബ്രിയം ആണ്, തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്തു? ഈ ഒരു തെർമോമീറ്റർ ബോഡി ബിയിലേക്ക് ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഈ ബോഡി ഒരു കുറച്ച് നേരത്തിന് ശേഷം ഒരു ടെമ്പറേച്ചർ കാണിക്കും. സോ എനിക്ക് പറയാം ഈ തെർമോമീറ്റർ സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ആണെന്ന് പറയാം. ഓക്കെ, ഈ പറയുന്ന തെർമോമീറ്റർ സിയും ഈ ബോഡി ബിയും തെർമലി ഇക്വിലിബ്രിയം ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ സീറോത്ത് ലോ എന്താ പറയുന്നത്? ഇഫ് എയും സിയും തെർമലി ഇക്വിലിബ്രിയം ആണ്, അതുപോലെ തന്നെ ബിയും സിയും ഇൻഡിവിജ്വലി തെർമലി ഇക്വിലിബ്രിയം ആണെങ്കിൽ എയും ബിയും തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇതാണ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ലോ ആണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, അപ്പൊ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്താണ്? എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് ബട്ട് ഇറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ് ഫ്രം വൺ ഫോം ടു അനദർ. അല്ലെ, എനർജിനെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല, അതിനെ ഒരു ഫോമിൽ നിന്നും വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മാത്രമേ നമുക്ക് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദി കൺസർവേഷൻ ഓഫ് എനർജിയാണ്. ഓക്കെ, അപ്പൊ അതിന് വരുന്ന എക്സാമ്പിളുകൾ എന്താണ്? പ്ലാന്റ്സ് റേഡിയന്റ് എനർജിനെ, സൺലൈറ്റിൽ ഉണ്ടാകുന്ന റേഡിയന്റ് എനർജിനെ കെമിക്കൽ എനർജി ആയിട്ട് ഒരു ഫോട്ടോസിന്തസിസ് പ്രോസസ് വഴി കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പ്ലാന്റുകളെ നമ്മൾ കഴിക്കുകയും ആ കെമിക്കൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും നമ്മളത് സ്വിം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാക്ക് ചെയ്യുമ്പോൾ ബ്രീത്ത് ചെയ്യുമ്പോൾ ഒക്കെ എന്താ ചെയ്യുന്നത്? ഈ പറയുന്ന നമ്മൾ കഴിച്ചിരിക്കുന്ന കെമിക്കൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അല്ലെ, അപ്പൊ എനർജി എന്ന് പറയുന്നത് സൺലൈറ്റിൽ നിന്ന് വന്നിരിക്കുന്ന എനർജിനെ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മൾ അതിനെ കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇത് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി എന്താ ചെയ്യുന്നത്? കൺവേർട്ട് ആയിട്ട് ലൈറ്റ് എനർജി ആയിട്ട് മാറും. അപ്പൊ അങ്ങനെ ഒരുപാട് എനർജി കൺവേർഷൻ ആണ് നമുക്ക് നടക്കുന്നത്. ഓക്കെ, അവിടെ നമുക്ക് പുതിയതായിട്ട് എനർജി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല, ഓൾറെഡി ഉള്ള എനർജിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? കൺവേർട്ട് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, അടുത്തതാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് വൺ സീറോത്ത് ലോ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. ഇവിടെ പറയുന്നത് എന്താണ്? ദ എൻട്രോപ്പി ഇൻ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഓൾവേസ് ഇൻക്രീസസ്. ഓക്കെ, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ എൻട്രോപ്പി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഇൻക്രീസസ് ആണ്. ഓക്കെ, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം സ്പോണ്ടേനിയസ്ലി ഇവോൾവ്സ് ടുവാർഡ്സ് തെർമൽ ഇക്വിലിബ്രിയം
the state of maximum entropy of the system. ഇതാണ് നമുക്ക് വരുന്ന law of thermodynamics എന്ന് പറയുന്നത്. Okay, the entropy of the universe only increase and never decrease. അപ്പോൾ നമ്മുടെ ഒരു യൂണിവേഴ്സിന്റെ എൻട്രോപ്പി എന്ന് പറയുന്നത് എന്തായിരിക്കും? എപ്പോഴും ഇൻക്രീസ് ചെയ്യാണ്, ഡിക്രീസ് ആകില്ല. Okay, many individuals take this statement lightly and for granted, but it has an extensive impact on consequences വരുന്നുണ്ട്. Okay, ഇപ്പൊ ഒരു എക്സാമ്പിൾ നോക്കൂ. ഒരു റൂം എന്ന് പറയുന്നത് ടൈഡിഡ് ആൻഡ് നോട്ട് ക്ലീൻഡ് ആണ്. ഓക്കെ, നോട്ട് ക്ലീൻഡ് ആണ്. അപ്പോൾ ഇറ്റ് ഇൻവേരിയബിളി ബിക്കംസ് മോർ മെസ്സി ആൻഡ് ഡിസോർഡർലി വിത്ത് ടൈം. അല്ലെ, അപ്പൊ ടൈം മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അത് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ എന്താണ്, വീണ്ടും 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 അത് വൃത്തികേടാവുക ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ റൂം ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻട്രോപ്പി എന്താകും? അവിടെ ഡിക്രീസ് ആകും. പക്ഷെ ആ ഒരു ക്ലീൻ ചെയ്യാൻ എടുത്തിരിക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് ടോട്ടൽ എൻട്രോപ്പിനെ വീണ്ടും ഇൻക്രീസ് ആകുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊരു എൻട്രോപ്പി എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. ഇറ്റ് വിൽ നോട്ട് ഡിക്രീസസ്. ഓക്കെ, അടുത്തതാണ് നമ്മുടെ തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്താ വരുന്നത്? എൻട്രോപ്പി ഓഫ് എ സിസ്റ്റം അപ്രോച്ചസ് എ കോൺസ്റ്റന്റ് വാല്യൂ ആസ് ദ ടെമ്പറേച്ചർ അപ്രോച്ചസ് അബ്സല്യൂട്ട് സീറോ. ഇപ്പൊ നമ്മുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ അബ്സല്യൂട്ട് സീറോയിൽ എത്തുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന എൻട്രോപ്പി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എൻട്രോപ്പി ഓഫ് എ പ്യുവർ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് അറ്റ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സീറോ ആവും. ഓക്കെ, പെർഫെക്റ്റ് ഓർഡറിലാണെന്നെങ്കിൽ അതിന്റെ അവിടെ നിന്ന് എൻട്രോപ്പി എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. ഓക്കെ, this statement holds true if the perfect crystal has only one state with minimum energy. അപ്പൊ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്യുവർ ക്രിസ്റ്റലൈന്റെ കാര്യത്തിൽ നമുക്ക് ഈ പറയുന്നത് കറക്റ്റ് ആയിട്ടാണ് പറയാം. ഓക്കെ, കുറച്ച് എക്സാമ്പിളുകൾ നോക്കാം. ഓക്കെ, മോളിക്യൂൾസ് വിത്ത് ഇറ്റ് മൂവ് ഫ്രീലി ആൻഡ് ഹൈ എൻട്രോപ്പി ആണ്. അപ്പൊ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നതാണെങ്കിൽ അവിടെ നമുക്ക് ഹൈ എൻട്രോപ്പി ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇപ്പൊ ഒരിക്കൽ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും ഡിക്രീസ് ആയിട്ടുണ്ടെങ്കിൽ സ്റ്റീം എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളമായിട്ട് കൺവേർട്ട് ആകും. അല്ലെ, ആ ഒരു നീരാവി എന്ന് പറയുന്നത് വാട്ടർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ ആ ഒരു മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് കുറച്ച് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. അപ്പൊ എൻട്രോപ്പി ഓഫ് ദ വാട്ടർ എന്ന് പറയുന്നത് റെഡ്യൂസ് ആകും. ഓക്കെ, വീണ്ടും സോറി വെള്ളം നമ്മൾ വീണ്ടും 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് വീണ്ടും കൂൾ ചെയ്യുകയാണെങ്കിൽ എന്താകും? അത് സോളിഡ് ആവുകയാണ്. അപ്പൊ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് വീണ്ടും റെസ്ട്രിക്റ്റഡ് ആകും. അവിടെ നമുക്ക് എന്താകും? വീണ്ടും എൻട്രോപ്പി എന്ന് പറയുന്നത് റെഡ്യൂസ് ആകും. ഓക്കെ, ആ ഐസിന്റെ ടെമ്പറേച്ചർ വീണ്ടും നമ്മൾ റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മോളിക്യൂൾസിന്റെ ടെമ്പറേച്ചർ മൂവ്മെന്റ്സ് വന്ന് വീണ്ടും വീണ്ടും കുറയ്ക്കണം. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എന്താ ചെയ്യുന്നത്? ആ ഒരു എൻട്രോപ്പി എന്ന് പറയുന്നത് ടോട്ടൽ സബ്സ്റ്റത്തിന്റെ എൻട്രോപ്പി എന്ന് പറയുന്നത് നമുക്ക് റെഡ്യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ വീണ്ടും നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ആ ടെമ്പറേച്ചർ അബ്സല്യൂട്ട് സീറോ ആകുമ്പോൾ എന്താവുന്നുണ്ട്? ആ എൻട്രോപ്പി എന്ന് പറയുന്നത് ബിക്കം സീറോ ആണ്. ഓക്കെ, പക്ഷെ റിയാലിറ്റിയിൽ നമുക്ക് ഒരു സബ്സ്റ്റത്തിനെയും 0 ഡിഗ്രിയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ 0 ഡിഗ്രി വരെ എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഓക്കെ, അപ്പൊ എൻട്രോപ്പി എന്ന് പറയുന്നത് റെഡ്യൂസ് ആകുന്നതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്ന ഒരു ടോപ്പിക് ഹീറ്റ് എഞ്ചിൻ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു തെർമോഡൈനാമിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 2-3 ഡിവൈസസും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് എന്താണ്? ഹീറ്റ് എഞ്ചിൻ ആണ്. ഒരു സിസ്റ്റം ഇത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഹീറ്റിനെ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാണ്. എങ്ങനെയാണ്? ഈ റിസർവോയറിൽ നിന്നുള്ള ആ ഒരു ഹോട്ട് ബോഡിയിൽ നിന്നുള്ള ഹീറ്റിനെ സ്വീകരിച്ച് അതിന്റെ കൂടെ കുറച്ച് വർക്കും കൂടി ചെയ്തിട്ട് ഈ ഒരു ഹീറ്റിനെ നമ്മൾ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതാണ് ഒരു ഹീറ്റ് എഞ്ചിൻ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഡിസ്ചാർജ് ഓഫ് സം ഹീറ്റ് ടു സിങ്ക്. ഓക്കെ, അപ്പൊ ഹീറ്റിൽ നിന്ന് നമുക്ക് കുറച്ച് സിങ്കിലേക്ക് നമുക്ക് എന്താ വരുന്നത്? ഒരു ഹീറ്റ് അല്ലെങ്കിൽ ആ ഒരു കോൾഡ് ബോഡിയിലേക്ക് നമുക്ക് കുറച്ച് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഡിസ്ചാർജ് നടക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് സം വേസ്റ്റ് ഓഫ് ഫോം ഹീറ്റ് എനർജി കുറച്ച് വേസ്റ്റ് ആവുന്നുണ്ട്. ആ ഒരു ഫോം ഓഫ് ഹീറ്റിൽ വേസ്റ്റ് ആവുന്നുണ്ട്. അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹീറ്റ് എഞ്ചിൻസ് ഉണ്ട്. അതിൽ നമുക്ക് കാർനോട്ട് എഞ്ചിൻ എന്ന് പറയുന്നതിനാണ് മാക്സിമം എഫിഷ്യൻസി ഉള്ളത്. ഓക്കെ, നമ്പർ ഓഫ് ഹീറ്റ് എഞ്ചിൻസ് ഉണ്ട്. അതിൽ കാർനോട്ട് എഞ്ചിൻസിനാണ് മാക്സിമം എഫിഷ്യൻസി വരുന്നത്. ടൈപ്സ് ഓഫ് ഹീറ്റ് എഞ്ചിൻസ് നോക്കുമ്പോൾ എന്താണ്? എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിനും ഉണ്ട്, ഇന്റേണൽ കമ്പഷൻ എഞ്ചിനും ഉണ്ട്. അല്ലെ, ഇപ്പൊ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ ഹീറ്റ് ചെയ്യുന്നത് ഔട്ട്സൈഡ്, അതല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൽ നിന്നും എവേ ആയിട്ടാണ് നമ്മൾ വാട്ടർ ഹീറ്റ് ചെയ്യുന്നത്. ആ ഒരു കോൾ ഫയറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്ത് നമ്മൾ ഹീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ദെൻ നമ്മൾ ആ ഒരു മെറ്റൽ സിലിണ്ടറിന്റെ മുകളിലേക്ക് നമ്മൾ ഒരു പൈപ്പുകൾ വഴി നമ്മൾ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിലേക്ക് കൊടുക്കുകയാണ്. ഹീറ്റ് ആണ് അപ്പൊ നമ്മൾ ആ ഒരു എഞ്ചിനിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു പീസിനെ മുമ്പിലേക്കും താഴത്തേക്കുമായിട്ട് മൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാണ്. അങ്ങനെ നമുക്ക് അവിടെ ഒരു വർക്ക് നടക്കുകയും ആ ഫ്ലൂയിഡ് തന്നെ കൂളായിട്ട് നമ്മൾ അതിനെ കംപ്രസ് ചെയ്ത് റീയൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിൻ. അതായത് നമ്മൾ കമ്പഷൻ അല്ലെങ്കിൽ ആ ഒരു വെള്ളം ചൂടാക്കുന്നത് നമ്മൾ പുറത്തായിരിക്കും. ഇന്റേണൽ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്?
ഫ്യൂവൽസിനെ നമ്മൾ ഉള്ളിൽ തന്നെ ആ ഒരു ചാമ്പറിൽ തന്നെ ബേൺ ചെയ്തിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ കാർ എഞ്ചിൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു കമ്പഷൻ ഇന്റേണൽ കാർ കമ്പഷൻ എഞ്ചിൻ എന്ന് പറയുന്നത് കാർ നമുക്കൊരു മെയിൻ എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത് കമ്പഷൻ നമുക്ക് കൂടുതലായി കമ്പഷൻ കാരണം ഉണ്ടാകുന്ന ഹീറ്റിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എഞ്ചിനിലേക്ക് കൊടുക്കുകയാണ്. അങ്ങനെ നമുക്ക് അവിടെ വർക്ക് നടക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന് നമുക്ക് 4 സ്ട്രോക്ക് എന്ന് പറയാൻ പറ്റും. കാരണം 4 സ്ട്രോക്സ് ഓഫ് ദ പിസ്റ്റൺ ടു കംപ്ലീറ്റ് 1 കമ്പഷൻ സൈക്കിൾ. അപ്പൊ നമുക്ക് 4 സ്ട്രോക്സുകൾ യൂസ് ചെയ്തിട്ടാണ് ഒരു കമ്പഷൻ സൈക്കിൾ കംപ്ലീറ്റ് ആകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസി എങ്ങനെയെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ fraction of heat input at the high temperature changes to work. അല്ലെ, ഹീറ്റ് ഇൻപുട്ട് അറ്റ് ഹൈ ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന ഹീറ്റ് ഇൻപുട്ട് അത് ചേഞ്ച് ആയിട്ട് വർക്കിലേക്ക് എത്രയായിട്ട് മാറുന്നുണ്ടോ അതാണ് നമുക്ക് ഹീറ്റ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് തെർമോഡൈനാമിക്സ് നമുക്ക് പറയാം 100% എഫിഷ്യന്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഒരു തെർമോഡൈനാമിക്സ് ലോ സെക്കൻഡ് ലോ നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് ആ ഒരു ഹീറ്റ് എഞ്ചിൻ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരിക്കലും 100% ആയിരിക്കില്ല. ഓക്കെ, അപ്പൊ എഫിഷ്യൻസി ഈറ്റ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ഹീറ്റ് ഇൻപുട്ട് ആണ്. സോ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്, Q1 മൈനസ് Q2 ആണ്. ഹീറ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് Q1 ആണ്. സോ ഈറ്റ ഈസ് ഈക്വൽ ടു W ബൈ Q1 ആണ്. അപ്പൊ Q1 മൈനസ് Q2 ബൈ 1, that is equal to 1 minus Q2 by Q1. This is the efficiency of a heat engine. അടുത്ത നമ്മൾ നോക്കുന്നത് റെഫ്രിജറേറ്റർ ആണ്. എന്താണ് റെഫ്രിജറേറ്റർ നോക്കുകയാണെങ്കിൽ in the refrigeration cycle there are 5 basic components. നമുക്ക് 5 basic കോമ്പണന്റുകളാണ് ഒരു റെഫ്രിജറേറ്ററിൽ വരുന്നത്. എന്തൊക്കെയാണ്, ഒരു ഫ്ലൂയിഡ് റെഫ്രിജറേറ്റർ വരുന്നുണ്ട്, ഒരു കംപ്രസർ, തന്നെ കണ്ടൻസർ കോയിൽ ആൻഡ് എവാപ്പറേറ്റർ കോയിൽ ആൻഡ് എക്സ്പാൻഷൻ ഡിവൈസ്. These are the 5 components in a refrigeration cycle. Okay, compressor എന്താ ചെയ്യുന്നത്, constrict the refrigerant vapor, raising its pressure and pushes it into the coils on the outside of the refrigerator. കംപ്രസർ ആ ഒരു റെഫ്രിജറന്റ് പേപ്പറിനെ കൺസ്ട്രക്ട് ചെയ്യുകയും അവിടുത്തെ പ്രഷർ ഇൻക്രീസ് ചെയ്യുകയും ആ പ്രഷറിന് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കോയിലേക്ക് കൊടുത്തിട്ട് അതിന്റെ ഒരു റെഫ്രിജറേറ്ററിന്റെ ഔട്ട്സൈഡ് ഉള്ള കോയിലേക്ക് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഹോട്ട് ഗ്യാസ് കോയിൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കൂളർ എയർ ടെമ്പറേച്ചർ ഓഫ് ദ കിച്ചണിലേക്ക് എത്തുകയും അതൊരു ലിക്വിഡ് ആയിട്ട് മാറുകയും ചെയ്യുകയാണ്. ഓക്കെ, ഇതാണ് റെഫ്രിജറേറ്ററിൽ വരുന്ന വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഹൈ പ്രഷറിൽ വരുന്ന ലിക്വിഡ് ഫോമാറ്റ് ഹൈ പ്രഷറിൽ വരുന്നത് റെഫ്രിജറന്റ് കൂൾസ് ഡൗൺ ആസ് ഇറ്റ് ഫ്ലോസ് ഇൻ ദ കോയിൽസ് ഇൻസൈഡ് ദ ഫ്രീസർ ആൻഡ് ദ ഫ്രിഡ്ജ്. അല്ലെ, ആ ഒരു ഫ്രീസറിലൂടെയും ഫ്രിഡ്ജിലൂടെയും വരുമ്പോൾ അതിനെ തണുപ്പിക്കണം, കൂടുതലായിട്ട് തണുപ്പിക്കുക ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ റെഫ്രിജറന്റ് എന്ത് ചെയ്യും, ആ ഒരു ഫ്രിഡ്ജിനുള്ളിൽ ഉണ്ടാകുന്ന ഹീറ്റിനെ അബ്സോർബ് ചെയ്യുകയും അത് വീണ്ടും ഒരു എയർ കൂൾ ഡൗൺ ചെയ്യുകയാണ്. അപ്പൊ ലാസ്റ്റ് ആയിട്ട് ഈ റെഫ്രിജറേറ്റർ എന്ത് ചെയ്യും, എവാപ്പറേറ്റ് ചെയ്യുകയും അത് ഫ്ലോസ് ബാക്ക് ടു ദ കംപ്രസറിലേക്ക് വരികയും ആ സൈക്കിൾ വീണ്ടും റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു കൂൾ എഫക്റ്റ് നമുക്ക് ആ ഒരു റെഫ്രിജറേറ്ററിന്റെ ഉള്ളിൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.